ഉടുപ്പായിട്ട് വരുന്നുണ്ട്. ആരൊക്കെയോ നട്ടു, ആരൊക്കെയോ വെള്ളം ഒഴിച്ചു, വളമിട്ടു, നമ്മൾ പറിക്കാൻ വന്നു. ഇത്രയും സാധനം കിട്ടിട്ടോ. കണ്ടോ, നല്ല പച്ചക്കോവയ്ക്ക, തക്കാളി, കുറച്ച് ചീര. ഇതൊക്കെ എവിടുന്ന് ഒപ്പിച്ചെന്നല്ലേ? നല്ല ജൈവവള കൃഷി ചെയ്തുണ്ടാക്കിയ ഈ വെജിറ്റബിൾസ് ഒക്കെ എവിടുന്നാണെന്നല്ലേ? പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടുന്നാന്ന്? ഇത് നമ്മുടെ നിബിൻ ചേട്ടന്റെയും പ്രീതിയുടെയും വീടിന്റെ പുറകിലായിട്ട് അവരുണ്ടാക്കിയ ചെറിയൊരു കൃഷിത്തോട്ടമാണ് നമ്മുടെ അടുക്കളത്തോട്ടം. കഴിഞ്ഞ 2-3 പ്രാവശ്യം അവിടെ പോയെങ്കിലും ഈ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ലേ. കാരണം എന്നാന്ന് വെച്ചാലേ രാത്രി സഞ്ചാരമായിരുന്നു. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ ചെന്നാലും കുറച്ച് ലേറ്റ് ആവുന്നത് കൊണ്ട് അവർ ഓൾറെഡി തന്നെ ഞങ്ങൾക്കുള്ള വെജിറ്റബിൾസ് എല്ലാം അവിടുന്ന് പറിച്ചു വെച്ചേക്കും കേട്ടോ. പിന്നെ അത് വാരി എടുത്തോണ്ടെങ്കിൽ പോന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മാത്രം ഞങ്ങൾ പറഞ്ഞു അവിടെ പോകണമെന്നും അവർ ഞങ്ങളത് മറക്കാണ്ട് കാണിച്ചു തന്നു. നിങ്ങൾ ഇത് കണ്ടോ, ഒരു കുഞ്ഞ് പശുക്കൂട് ഉണ്ടായിരുന്നേ. ഇതിന്റെ അകത്തൊരു കുഞ്ഞിക്കിളിയും കുറച്ച് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ. പക്ഷേ അതെല്ലാം പോയി എന്നാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ കാണുമ്പം ഇപ്പോഴും മനസ്സിൽ ആ കുട്ടിത്വവും കൗതുകവും തന്നെയാണ്. അത്യാവശ്യം ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ മെയിനായിട്ട് നോട്ടയിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. മത്തനും നല്ല പച്ചച്ചിരിയും എന്തിനേറെ പറയുന്നു, നമ്മുടെ കപ്പ വരെ നട്ടു വെച്ചേക്കുന്നു അവിടെ. സൈഡിലായിട്ട് 2-3 വാഴക്കുഞ്ഞുങ്ങളും. വാഴയില കണ്ടപ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് എന്താണെന്നറിയാവോ? നല്ല വാഴയില ഉണ്ടാക്കുന്ന അടയില്ലേ, അതാണ്. അല്ലേ പിന്നെ വാഴയില വേണ്ട, കൊലയാകുമ്പോൾ നമുക്കൊരു കൊല വെട്ടാൻ വരാല്ലേ. കുറച്ചധികം ബേബി ടൊമാറ്റോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അവന്മാരെല്ലാം ഞാനിങ്ങ് പറിച്ചെടുത്തേച്ചു. ഈ പടർന്നു കിടക്കുന്ന കോവല് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഓൾറെഡി 1-2 പ്രാവശ്യം വിളവെടുപ്പ് കഴിഞ്ഞതാണ്. എന്നാലും അതിലുണ്ടായിരുന്ന ബാക്കി കോവയ്ക്ക് ഒറ്റ എണ്ണത്തിന് ഞങ്ങൾ വെറുതെ വിട്ടില്ല, എല്ലാം ഇങ്ങ് പറിച്ചെടുത്തു. കയ്യത്തും ദൂരത്തുള്ള എല്ലാവരും കൂടെ കയ്യിൽ കിട്ടിയ സാധനമാണ് നമ്മുടെ പച്ചച്ചീര. കാണുന്നതെല്ലാം നിബിൻ ചേട്ടന്റെ അധ്വാനത്തിന്റെ ഫലമാട്ടോ. ഇങ്ങനെയൊക്കെ കാണുന്നതേ ഒരു പ്രത്യേക സന്തോഷം, വേറൊന്നുമല്ല. നാട്ടിൽ പോയില്ലെങ്കിലും നാട്ടിലെത്തിയൊരു ഫീലായിരിക്കും മനസ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കുഞ്ഞടുക്കളത്തോട്ടം?